എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ വളരെ ടേസ്റ്റി ആയിട്ടും നല്ല ഫ്ലഫി ആയിട്ടും നല്ല ക്രിസ്പി പഴംപൊരി തയ്യാറാക്കി എടുക്കുന്നതാണ്. പഴംപൊരി നമ്മുടെ വീടുകളിൽ മിക്കപ്പോഴും നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു ചായപലഹാരമാണ്. എങ്കിൽ തന്നെയും ഇതുപോലൊരു പഴംപൊരി നിങ്ങൾ ഇതുവരെയും തയ്യാറാക്കി കഴിച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഈ ഒരു വീഡിയോ കണ്ട് ഒന്ന് തയ്യാറാക്കി നോക്കണേ. ഈ ഒരു പഴംപൊരി ഇതുപോലെ ഒന്ന് ഉരുണ്ട് വീർത്ത് വരാനായിട്ട് ഞാൻ ഇതിലേക്ക് സോഡാപ്പൊടിയോ ഉഴുന്നോ പുളിച്ച മാവോ അങ്ങനെയുള്ള ഒന്നും തന്നെ ചേർത്തിട്ടില്ല. അസിഡിറ്റി ഉള്ള ആൾക്കാർക്കും ഒരു പേടിയും കൂടാതെ ഈ പഴംപൊരി കഴിക്കാവുന്നതുമാണ്. ഇനിയിപ്പോ കാറ്ററിംഗ് യൂണിറ്റ് ഒക്കെ തുടങ്ങിയിട്ടുള്ള എന്റെ കൂട്ടുകാർക്ക് ഇതുപോലെയൊക്കെ ഉണ്ടാക്കി വിൽപ്പനയ്ക്കായിട്ട് കൊടുക്കാവുന്നതുമാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോ കണ്ടു നോക്കിയാലോ. പഴംപൊരി തയ്യാറാക്കാൻ തുടങ്ങാം. ഇതിനായിട്ട് ഞാനിവിടെ 4 ഏത്തപ്പഴമാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ പഴം ഒന്ന് കട്ട് ചെയ്തെടുക്കണം. പഴം കട്ട് ചെയ്തെടുക്കുന്നതിന് മുമ്പായിട്ട് തന്നെ മാവ് കലക്കിയെടുക്കണം. ഇനി ഒരു ബൗൾ എടുത്ത് വെച്ചിട്ട് ഇതിലേക്ക് 2 തവിയോളം മൈദ മാവ് എടുക്കാം. 1 തവിയോളം അരിപ്പൊടി. ഇത് 50 ഗ്രാം അളവിലാണ് ചേർത്തിട്ടുള്ളത്. ഇനി 50 ഗ്രാം അളവിൽ തന്നെ കടലപ്പൊടി കൂടെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മാവിലേക്ക് 1/2 ടീസ്പൂൺ അളവില് ഇൻസ്റ്റന്റ് ഈസ്റ്റ് ചേർക്കാം. നമ്മൾ ഇതിലേക്ക് സോഡാപ്പൊടി ചേർക്കുന്നില്ല, പുളിച്ച മാവ് ചേർക്കുന്നില്ല, ഉഴുന്ന് ചേർക്കുന്നില്ല, പകരമായിട്ട് ചേർത്തിട്ടുള്ളതാണ് ഈസ്റ്റ്. എല്ലാം കൂടെ ഒന്ന് നല്ലോണം തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. പൊടിക്ക് ആവശ്യമായ ഉപ്പ് ചേർക്കാം. ഇനി വേണ്ടത് 1 സ്പൂൺ അളവിലെ പഞ്ചസാരയാണ്. നമ്മൾ അധികം ഒന്നും മധുരം ചേർക്കുന്നില്ല. ഇനിയിപ്പോ ഇതെല്ലാം കൂട്ടിച്ചേർത്ത് നല്ലോണം തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ഇതിലേക്ക് 1/2 ടീസ്പൂൺ അളവില് ഏലക്കപ്പൊടി ചേർക്കാം. ഞാൻ അതിന് പകരമായിട്ട് 2 നുള്ള് വാനില എസൻസ് ആണ് ചേർക്കുന്നത്. കൂടെ തന്നെ നല്ലൊരു കളറിനായിട്ട് 1 നുള്ള് മഞ്ഞൾപ്പൊടി കൂടെ ചേർക്കാം. ഇനി നമുക്ക് പൊടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിനായിട്ട് ചെറിയ ചൂടുള്ള വെള്ളം ഒഴിച്ച് വേണം നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാനായിട്ട്. കാരണം നമ്മൾ ഇതിലേക്ക് ഈസ്റ്റ് ആണ് ചേർത്തിട്ടുള്ളത്. ഇനിയിപ്പോ പൊടി നല്ലോണം തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അധികം ലൂസായിട്ട് മിക്സ് ചെയ്തെടുക്കരുത്. ഈ ഒരു വാനില എസൻസ് ചേർത്ത് നമ്മൾ ഈ പൊടി കുഴച്ച് വെക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് ഈ ഒരു പഴംപൊരി കഴിക്കാനായിട്ടും. കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. വീണ്ടും നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ ഒറ്റടിക്ക് തന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കാതെ കുറേശ്ശെ ഒഴിച്ചു കൊടുത്ത് വേണം നമുക്ക് ഒന്ന് മിക്സ് ചെയ്തെടുക്കാനായിട്ടും. ഇപ്പോ കട്ടകളൊന്ന് ഉടച്ചെടുക്കുന്ന താമസം മാത്രമേ ഉള്ളൂ. ഇതുപോലെയാണ് നമുക്ക് ആക്കിയെടുക്കേണ്ടത്. ഓവറായിട്ട് വെള്ളം കൂട്ടി നിങ്ങൾ കുഴച്ചെടുക്കരുത്. അങ്ങനെ ചെയ്യുവാണെങ്കിൽ നമ്മളിത് റെസ്റ്റ് ചെയ്യാൻ വെച്ച് കൊടുക്കുന്നുണ്ട്. ആ ഒരു സമയത്ത് മാവില് വെള്ളം കൂടി പോവാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ നമ്മൾ പഴംപൊരിയൊക്കെ തയ്യാറാക്കുമ്പോൾ നമ്മുടെ പഴത്തില് മാവ് പിടിക്കാതെ ആയി പോകും. അപ്പൊ അതുകൊണ്ട് ഈ ഒരു കാര്യമാണ് നിങ്ങൾ ശ്രദ്ധിച്ച് ചെയ്യേണ്ടത്. അങ്ങനെ നമ്മുടെ പഴംപൊരിയുടെ ഊട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മളിതിലേക്ക് കടലമാവ് ചേർത്തിട്ടുള്ളത് കൊണ്ട് കടകൾ ഉടഞ്ഞു കിട്ടാനായിട്ട് കുറച്ച് താമസം വരും. അതുകൊണ്ട് ക്ഷമയെടുത്ത് വേണം കേട്ടോ മാവ് കലക്കിയെടുക്കാനായിട്ട്. അങ്ങനെ നമ്മുടെ മാവിന്റെ മിക്സിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് പൊങ്ങി വരാനായിട്ടൊന്ന് വെയിറ്റ് ചെയ്യാം. ഞാൻ ഈ മാവ് ഒന്ന് മൂടി വെച്ച് കൊടുക്കുവാണ്. ഒരു അരമണിക്കൂർ നേരത്തേക്ക് മാത്രമാണ് കേട്ടോ മൂടി വെച്ച് കൊടുക്കുന്നത്. നമ്മുടെ മാവ് മിക്സ് ചെയ്ത് വെച്ചിട്ട് അരമണിക്കൂർ ആയിട്ടുണ്ട്. ദേ മാവിന്റെ പാകം നോക്കിയേ, നല്ല രീതിയിൽ തന്നെ ഫ്ലഫി ആയിട്ടൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു മാവൊന്ന് മാറ്റി വെച്ചതിന് ശേഷം പഴം ഒന്ന് കട്ട് ചെയ്തെടുക്കാം. നമ്മളിന്ന് പഴം കട്ട് ചെയ്തെടുക്കുന്നത് ഒരുപാട് നീളത്തിലൊന്നും അല്ല, അത്യാവശ്യം ചെറുതായിട്ട് തന്നെയാണ് കട്ട് ചെയ്തെടുക്കുന്നത്. കാരണം നമ്മുടെ പാനില് നല്ല രീതിയിൽ തന്നെ ഒന്ന് എണ്ണയിൽ മുങ്ങി പൊരിച്ചെടുക്കാനും വേണ്ടിയിട്ടാണ് കേട്ടോ. ഒരുപാട് നീളം കൂട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ പാനില് അത് ഒന്ന് കൊള്ളാതെ വരും. അപ്പൊ അതുകൊണ്ട് ഞാൻ ചെറുതായിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഓരോ പഴവും 5 പീസായിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇതുപോലെ തന്നെ നമുക്ക് എല്ലാ പഴവും കട്ട് ചെയ്ത് മാറ്റാം. 4 പഴവും ഞാൻ ഇതുപോലെയാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഉടൻ തന്നെ പഴംപൊരി പൊരിച്ചു തുടങ്ങാം. ഇനിയിപ്പോ പഴം പൊരിച്ചെടുക്കാനുള്ള അയൺ പാൻ അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. പാൻ ഒന്ന് ചൂടായി വരട്ടെ. ഫ്രൈ ചെയ്തെടുക്കാൻ ആവശ്യമായ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഇപ്പോ നല്ലോണം തന്നെ ചൂടായി വന്നിട്ടുണ്ട്. ഓരോ പഴവും പോലെ പൊരിഞ്ഞെടുത്തതിന് ശേഷം മാവെല്ലാം ഒന്ന് കുടഞ്ഞു മാറ്റിയിട്ട് എണ്ണയിലേക്ക് പൊരിക്കാൻ ഇട്ട് കൊടുക്കാം. അടുത്തതും നമുക്കിതുപോലെ തന്നെ മാവിലൊന്ന് 2 ഭാഗവും മുക്കിയിട്ട് ഇതുപോലെ ഒന്ന് പൊട്ടി മാറ്റിയതിന് ശേഷം എണ്ണയിലേക്ക് മാറ്റാം. അടുത്തതും എണ്ണയിലേക്ക് പൊരിക്കാൻ ഇട്ട് കൊടുക്കാം. അങ്ങനെ ഞാനിവിടെ ഒരു 5 പഴം ഇപ്പോൾ പൊരിക്കാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ലതുപോലെ മുരിഞ്ഞു വരുമ്പോഴേക്കും നമുക്ക് ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഒരു ഭാഗമൊക്കെ ഒന്ന് മുരിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ നമ്മുടെ സ്വർണ്ണ നിറത്തിലുള്ള ക്രിസ്പി പഴംപൊരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോ ആദ്യ പഴംപൊരി കോരി മാറ്റിയാൽ അടുത്തത് നമുക്കിതുപോലെ തന്നെ മുരിയിച്ചെടുക്കാം. നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കൂടെ കാണാലോ, വളരെ ഫ്ലഫി ആയിട്ട് തന്നെയാണ് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാനും സാധിച്ചിട്ടുള്ളത്. കണ്ണിന് കാണാനായിട്ട് മനോഹരവും കഴിക്കാൻ നല്ല ടേസ്റ്റുമാണ്. തയ്യാറാക്കി നോക്കുമ്പോൾ ഈ ഒരു പഴംപൊരിയുടെ സ്വാദ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്യുന്ന കാര്യം മറക്കരുത്. വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാരോടും ഇനി കാണാനിരിക്കുന്ന എൻ്റെ പ്രിയ കൂട്ടുകാരോടും ഒത്തിരി നന്ദി സ്നേഹമൊക്കെ അറിയിച്ചുകൊണ്ട് നാളെ രാവിലെ വീണ്ടും കണ്ടുമുട്ടാം. അതുവരെയും ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും കാത്തിരിക്കുക.